ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ ബാഗിൽ നിന്ന് എടുത്ത ആ ഒരു മോതിരം ഇത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റേതല്ലെന്ന് അലീന പറഞ്ഞു. നിൻ്റേതല്ലേ, പിന്നെ ഇതെങ്ങനെ നിൻ്റെ ബാഗിൽ വന്നെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്ന് പറഞ്ഞു. നീ വന്നേ, എന്തിനാ മേഡം എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ, നീ ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ അലീനയെ കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുക. ദേ ഇത് നോക്കാം, 1600 രൂപ ഇവൾ ഒളിപ്പിച്ച് വെച്ചിരുന്നതാണെന്ന കാര്യം ഈ വൈദ്യ ചെന്ന് ബാലചന്ദ്രനോട് പറയുക കേട്ടോ. അയ്യോ, അത് എൻ്റെ പൈസയാണെന്ന് അലീന പറഞ്ഞു. നിൻ്റെ പൈസയാണെങ്കിൽ നിൻ്റെ ബാഗിലല്ലേ വെക്കേണ്ടത്, ഇത് അലമാരത്തട്ടിലെ ഇവരുടെ മറ്റേ മമ്മിയുടെ ഫോട്ടോയുടെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന കാര്യം പറഞ്ഞു അലീന. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞ് വൈദ്യ പറഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അത് മമ്മി എനിക്ക് തന്ന പൈസയാണെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിക്കണമല്ലേ എന്നും പറഞ്ഞിങ്ങനെ വൈജ. അപ്പോഴേക്കും ബാക്കി മക്കളും കൂടെ ഇറങ്ങി വന്നു. ശരി, ഞാനത് വിശ്വസിക്കുന്നു. പിന്നെ ഈ സാധനം എവിടുന്ന് വന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രോഹിത്തിന് മോതിരം അറിയാലോ. രോഹിത് ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് രോഹിത് ഇങ്ങനെ നിന്ന് ആലോചിക്കുക, ഇത് ഹരി കൊടുത്ത മോതിരമല്ലേ എന്നുള്ളത്. എൻ്റെ മോതിരം കാണാതെ പോയപ്പോൾ ഞാൻ നിൻ്റെ ബാഗ് കുടഞ്ഞിട്ട് പരിശോധിച്ചതാ. അന്ന് ഈ സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നീ പുറത്ത് പോയിട്ടുമില്ല. പിന്നെ എങ്ങനെ ഈ ഗോൾഡ് നിൻ്റെ ബാഗിൽ വന്നു എന്ന് ചോദിക്കുമ്പോഴും എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് അലീന. ഞാനത് കണ്ടിട്ട് പോലും ഇല്ല എന്ന് അലീന പറയുക കേട്ടോ. ഇവളുടെ ബാഗിൽ ഇവൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ഈ സാധനം അവൾ കണ്ടിട്ട് പോലും ഇല്ല. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ ആ മോതിരം മേടിച്ചിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ബാലചന്ദ്രനെയും കുറ്റം പറയാൻ പറ്റില്ല, തെളിവുകളെല്ലാം അലീനയ്ക്കെതിരായിട്ട് നിൽക്കുവാണ്. ആ ഒരു സമയത്ത് അലീന ഭയങ്കര ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ കൃഷ്ണയും ബബിതയും ഇവരിങ്ങനെ വല്ലാതായിട്ട് നിൽക്കുന്നു. അപ്പോൾ അലീന, ഇത് നിൻ്റേതല്ല എന്നാണോ നീ പറയുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ സത്യമായിട്ടും എൻ്റേതല്ലെന്ന് പറഞ്ഞു അലീന. പിന്നെ ഇത് നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു, ഇതിന് കയ്യും കാലും ഒന്നും ഇല്ലല്ലോ, തനിയെ നിൻ്റെ ബാഗിൽ വന്ന് കയറി ഇരിക്കാനെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ അന്നേരമാണ് ഹരി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർമ്മ വന്നത്. പെട്ടെന്ന് അലീന ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും അലീനയുടെ ചുറ്റിനും ഇങ്ങനെ വന്നങ്ങ് കൂടുക. ആ ഒരു സമയത്ത് അലീനയുടെ മുഖത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്നും അറിയില്ല. ആ ഒരു സമയം നിനക്കൊന്നും പറയാനില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. അപ്പോൾ അത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, അവൾക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണുവച്ചാ ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും രോഹിത്തിനെ നോക്കുക. ആ സമയത്ത് ദേ ഞാൻ പറയാം, ഇനി അവൻ അത് പറഞ്ഞോട്ടെ എന്ന് വൈജ. നിന്നോട് ചോദിച്ചപ്പോൾ നിന്റെ വായിൽ നാക്കില്ലായിരുന്നല്ലോ, നീ പറ രോഹി എന്ന് പറഞ്ഞു. ഈ മോതിരം കൊല്ലപ്പള്ളിയിലെ ഹരി ഇവൾക്ക് കൊടുത്തതാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും ദേ നമ്മുടെ അലീന ഞെട്ടി കേട്ടോ. അലീന വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. അവിടെയും അതിന് പേരുദോഷം വരുന്ന ഒരു കാര്യമാണല്ലോ. ആ ഒരു സമയത്ത് വൈജയും ബാലചന്ദ്രനൊക്കെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നോക്കുന്നു. ആ ഒരു സമയം അലീന അവിടെ നിന്ന് കരയുവാണ്. ആര്? ശിവേട്ടൻ്റെ മോൻ കൊടുത്തതോ? ആ അത് തന്നെ, അവനാ കൊടുത്തതെന്ന് രോഹിത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അലീനയുടെ സ്വഭാവത്തിന് മോശം പേരായി അവിടെ. അലീനയാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല, നിന്ന് അങ്ങ് കരയുക. ആ സമയത്ത് ഇവള് കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ കുറേ ദിവസം താമസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഹരി ഇവളും തമ്മിൽ ചില സീക്രട്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹരി ഇവൾക്ക് പൈസയും കൊടുക്കുമായിരുന്നു എന്ന് രോഹിത് പറയുക. അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ടെൻഷനായി. വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പം നീ അവിടെ നിൽക്കടി, നീവൻ പറയട്ടെ, നിനക്ക് എങ്ങനെ അറിയാം ഈ വിവരങ്ങളൊക്കെ എന്ന് വൈജ ചോദിച്ചു. അപ്പോൾ ഹരി തന്നെ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവൻ ഇവിടെ രാത്രി വന്ന് തങ്ങിയല്ലോ, അന്ന് ഇതേ ഗോൾഡ് റിങ് ഇവൻ എന്നെ കാണിച്ചായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് രാത്രി അലീനയായിട്ട് മീറ്റ് ചെയ്യണമെന്നും അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണെന്നും. അയ്യോ അല്ല, അങ്ങനെയല്ല എന്നും പറഞ്ഞ് അലീന പറയുമ്പോൾ മിണ്ടി പോകരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ അലീനയുടെ നേരെ വിരൽ ചൂണ്ടി. ആ ഒരു സമയത്ത് എന്നിട്ടോടാ ബാക്കിയോടെ പറയാൻ പറഞ്ഞു വൈജ. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനോട് ചോദിച്ചു അലീനെ രാത്രി മീറ്റ് ചെയ്തോ ഗിഫ്റ്റ് കൊടുത്തോ എന്നൊക്കെ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കൊടുത്തെന്ന്. അലീന ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒന്നും പറയാനില്ല അലീനയ്ക്ക്, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അലീനയ്ക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ അലീന ഒരു നോട്ടം നോക്കി. ബബിതയും അതുപോലെ കൃഷ്ണയൊക്കെ ഒരു വല്ലാത്തൊരു നോട്ടമാണ് അലീനയെ നോക്കുന്നത്. അലീന അവിടെ ഉരുകി തീർന്നിങ്ങനെ അവിടെ നിൽക്കുവാണ്. അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ കുറ്റക്കാരിയാകുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ അലീന ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കഥയെല്ലാം ഉണ്ടായതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. നീ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ അല്ലേ എന്ന് ബാലചന്ദ്രൻ ചെന്ന് മകനോട് ചോദിക്കുമ്പോൾ എന്നോട് ഹരി പറഞ്ഞതാ, സത്യമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ ഗോൾഡ് റിങ് ഹരിയുടെ കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഹരിയെ വിളിച്ച് ചോദിക്കും, അപ്പം സത്യമല്ലാന്ന് തെളിഞ്ഞ അച്ഛൻ വേണം ഇപ്പം തന്നെ വിളിച്ച് ചോദിച്ചോളാം പറഞ്ഞു മകൻ അന്നേരം. അത് കേട്ടപ്പോൾ അപ്പം ഇതാണ് നിന്റെ കരിപ്പല്ലടി, ആമ്പിള്ളേരെ വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണവും സ്വർണ്ണമൊക്കെ തട്ടിയെടുക്കുക. അയ്യോ ഇല്ല, അതൊന്നും സത്യമല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ചെയ്യുകയില്ല എന്നും അലീന പറഞ്ഞപ്പോൾ രോഹി പറഞ്ഞത് നീയും കേട്ടതല്ലേ, അവനെ നിന്നെപ്പറ്റി കള്ളം പറയേണ്ട ആവശ്യം എന്താണെന്ന് വൈജ അലീനയോട് ചോദിച്ചു. ആ സമയത്ത് നമ്മുടെ അലീന രോഹി ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടോ, അതിന് വേറെയും കാരണം കാണും, എനിക്കത് അറിയില്ല എന്ന് നമ്മുടെ അലീന അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇപ്പം ഇവിടെ പറഞ്ഞതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, മുഖത്ത് നോക്കി കള്ളം പറഞ്ഞോടി, നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കാൻ വേണ്ടതെന്നും പറഞ്ഞ് വൈജ പറയുമ്പം ഞാൻ അപ്പോൾ വൈജയന്തി അവിടെ നിന്ന് നിന്നേ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു കേട്ടോ. അവൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ പറഞ്ഞു. ഇനി എന്തോന്ന് കേൾക്കാൻ, ഏട്ടനൊന്ന് പൊയ്ക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ പറയുക. ഈ ഗോൾഡ് റിങ്ങും ഹരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ ഇല്ലെന്നാണ് നീ പറയുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് അലീന. അവൻ വിരലിലിട്ട് കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു കാണും. ഇത് പിന്നെ എങ്ങനെ നിന്റെ ബാഗിൽ വന്നു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പം എനിക്ക് അറിഞ്ഞുകൂടാന്ന് അലീന പറഞ്ഞു. കൊല്ലപ്പള്ളിയിൽ വെച്ച് ഹരി നിനക്ക് പൈസ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം അലീന പറഞ്ഞു. എനിക്ക് പണവും സ്വർണവും എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് ഞാനും പറഞ്ഞു എന്ന് അലീന ഇവിടെ പറയാം. ഇനി മേലിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം അപ്പം അവനാണോ തെറ്റുകാരൻ, അത് കൊള്ളാവല്ലോ എന്ന് വൈജ പറയുമ്പോൾ നീ എന്തുകൊണ്ട് ഈ കാര്യം മറ്റുള്ളവരെ അറിയിച്ചില്ല എന്ന് ചോദിച്ചു. എൻ്റെ അനുജൻ്റെ പ്രായമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ക്ഷമിച്ചതാണെന്ന് അലീന ബാലചന്ദ്രനോട് പറയുക. ഈ ഗോൾഡ് റിങ്ങിൻ്റെ കാര്യത്തിൽ നിനക്ക് ഒരു മനസ്സറിവും ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ വന്നപ്പോൾ ഈ റിങ് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു രാത്രിയിൽ ഗസ്റ്റ് റൂമിൽ വന്നാൽ ഞാനിത് തരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, ഞാൻ ഇതുപോലത്തെ സമ്മാനങ്ങൾ സ്വീകരിക്കാറില്ലെന്ന്. അന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് അവൻ നിൻ്റെ റൂമിൽ വന്നിരുന്നില്ലേടി? വന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മറുപടി ഓർമ്മയില്ലെന്ന് ഞാൻ തിരിച്ചും ചോദിച്ചു. അന്ന് അമ്മയുടെ റൂമിൽ വെച്ച് ഞാൻ ഹരിയെ കണ്ടിരുന്നു. അന്ന് ഞാൻ ഇവളോട് ചോദിച്ചതാ അവൻ എന്തെങ്കിലും പറഞ്ഞോന്ന്. അപ്പോഴും ഇവൾ എന്നോട് പറഞ്ഞത് അവനൊന്നും മിണ്ടിയില്ല എന്നാണെന്ന കാര്യം പറയുവാണ് നമ്മുടെ വൈജ. ഞാനിവിടുത്തെ ജോലിക്കാരിയാണെന്നും പിന്നെ ഞാൻ കാരണം ഒരു പ്രശ്നവും ഈ വീട്ടിൽ ഉണ്ടാകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് നമ്മുടെ അലീന പറയുവാട്ടോ. ഇതൊക്കെ കേട്ടിങ്ങനെ വല്ലാണ്ടായി നിൽക്കും അവർ കൃഷ്ണയൊക്കെ. അപ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി, അങ്ങനെ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി എന്ന് അലീന പറയുന്നു. ഇതൊക്കെ കേട്ട് രോഹിത്ത് ഭയങ്കര കലിപ്പിച്ചിങ്ങനെ നിൽക്കുവാണ്. പിന്നീട് എപ്പോഴെങ്കിലും നിനക്കത് വൈജയോട് സൂചിപ്പിക്കായിരുന്നല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഒന്നാമത് മേഡത്തിന് എന്നെ ഇഷ്ടമല്ല, രണ്ടാമത് സ്വന്തം ആങ്ങളയുടെ മകനെ പറ്റി പറയുന്നത് ഒട്ടും ഇഷ്ടമാവില്ല എന്നും നമ്മുടെ അലീന പറയുക. എൻ്റെ കുറ്റമാണെന്നേ പറയുള്ളൂ എന്നും അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് പറഞ്ഞു. ആ പ്രശ്നം അവിടം കൊണ്ട് തീർന്നു പോട്ടെ എന്ന് ഞാൻ കരുതി. അപ്പം ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ ബാലചന്ദ്ര, അപ്പോൾ അടിച്ച കളിയാ ഇവളെന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ അലീനയെ കുറ്റം പറയുന്നു. ഗോൾഡ് റിങ് എങ്ങനെ ഇവളുടെ ബാഗിൽ വന്നു, അതിനുള്ള ഉത്തരം പറയട്ടെ ഇവളെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അവൾക്ക് 2 കിട്ടണമെന്ന് നോക്കിയാൽ രോഹിത്ത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ആ ഒരു സമയം ഞാൻ മുറിയിലില്ലാത്ത നേരത്ത് ഹരിശങ്കർ കൊണ്ടുവച്ചതായിരിക്കും. പിന്നെ അവൻ്റെ തലയ്ക്ക് വട്ടല്ലേ നിന്റെ ബാഗിൽ സ്വർണം കൊണ്ടൊന്ന് വെക്കാഞ്ഞിട്ട്, കള്ളം പറയുന്നതിനെ കുറച്ചൊക്കെ ഒരു ലോജിക്ക് വേണോടി എന്നും പറഞ്ഞുകൊണ്ട് വൈജ അന്നേരം പറഞ്ഞു. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, ഞാൻ പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണെന്നും അത് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാമെന്നും അലീന അവിടെ നിന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞു. ഈ സമയത്ത് ബാലചന്ദ്രൻ ഈ മോതിരവും പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതിലെന്തൊരു തീരുമാനം എടുക്കണമെന്ന് ബാലചന്ദ്രനും അറിയില്ല. നീ പൊയ്ക്കോ, ഞങ്ങൾ ആലോചിക്കട്ടെ എന്ത് പരിഹാരം ഇതിന് കാണേണ്ടതെന്നും അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു. അലീന അടുക്കളയിലേക്ക് കയറിപ്പോയി. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രോഹിത്ത് ഇങ്ങനെ അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നേരെ അലീന റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു. ബാലചന്ദ്രൻ ഈ മോതിരവും പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് സ്വന്തം മമ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് അലീന, മമ്മിയല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ഞാനിപ്പോൾ ഇവിടെയുള്ളവരുടെയൊക്കെ മുന്നിൽ ആരായി എന്ന് ചോദിക്കുക. ഇതിനാണോ എന്നെ ഇങ്ങോട്ട് അയച്ചതെന്നും മമ്മി ചോദിക്കുക കേട്ടോ. വേണ്ടായിരുന്നു മമ്മി, ഇതെനിക്ക് വേണ്ടായിരുന്നു എന്ന് അലീന മമ്മിയോട് പറയുക. അങ്ങനെ മമ്മിയുടെ ഫോട്ടോയിൽ നോക്കി നിന്ന് കരയുന്നു, മനസ്സ് തകർന്ന് കരയുക. അപ്പോഴേക്കും മമ്മി വീണ്ടും അലീനയുടെ മുന്നിൽ ഒരു ഇതായിട്ട് വന്നു. നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഞാനില്ലേ നിന്റെ കൂടെ എന്ന് മകളോട് മമ്മി ചോദിക്കുക. ഏത് ആപത്തിലും ഏത് ദുഃഖത്തിലും ഏത് നിരാശയിലും ഞാനില്ലേ കൂട്ടിന്, നീ എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന് മമ്മി അലീനയോട് ചോദിക്കുക. ധൈര്യമായിട്ട് നീ ഇരിക്കാൻ പറഞ്ഞു, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് മമ്മി അലീനയോട് പറയണം. അങ്ങനെ അതും പറഞ്ഞ് മമ്മി അവിടെ നിന്നൊരു പോക്കും അങ്ങ് പോയി. അലീന വീണ്ടും മമ്മിയുടെ ഫോട്ടോയിൽ നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം മുത്തശ്ശി ചോദിച്ചു, നീ ആരോടാ കരയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നേ എന്ന്. അപ്പം നമ്മുടെ അലീന ഇങ്ങനെ
സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. പുറത്ത് ഇവരവിടെ ആലോചനയും കാര്യങ്ങളും കേട്ടോ. നമുക്ക് ഹരിയെ വിളിച്ച് ചോദിച്ചാലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു വൈജ. അല്ല, അവനും ഇതിനകത്തൊരു കക്ഷിയാണല്ലോ. ബാലചന്ദ്രൻ ഇപ്പോൾ അവൾ പറയുന്നതാണോ വിശ്വാസം? സത്യാവസ്ഥ എന്താണെന്ന് അറിയേണ്ട വൈജയ്. ഇനി എന്തോന്ന് അറിയാനിരിക്കുന്നേ? ഹരിയും അലീനയും തമ്മിൽ കൊല്ലപ്പള്ളി വീട്ടിൽ വെച്ച് തന്നെ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയാ വൈജ. അല്ലെങ്കിൽ ഹരി ഗോൾഡ് റിംഗ് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. ബാലചന്ദ്രൻ ഇങ്ങനെ നിന്ന് ആലോചിക്കാൻ തുടങ്ങി. വൈജയാണെങ്കിൽ അലീനയെ പുറത്താക്കാൻ കിട്ടിയൊരു അവസരമല്ലേ, അത് മാക്സിമം ഉപയോഗിക്കാനും ശ്രമിക്കുകയാണ്. ഈ മോതിരവും പിടിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. ഇത് ഗോൾഡ് ആണോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ട് എന്ന് പറയുമ്പം ഗോൾഡ് തന്നെയായിരിക്കും, ഹരി കൊടുത്തതല്ലേ, അവന് പൈസയ്ക്കും ഗോൾഡിനും വല്ല ക്ഷാമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അവന് റിങ് കൊടുത്തതും രാത്രി അവൾ കിടക്കുന്ന റൂമിൽ ചെന്നതും ശരിയാണെന്നാണോ നീ പറയുന്നത്? അപ്പം ആൺകുട്ടികളല്ലേ ബാലചന്ദ്ര, പല വികൃതികളും തോന്നുന്ന പ്രായം. അവളുടെ തൊലിവെളുപ്പ് കണ്ടിട്ട് അവൻ വളയ്ക്കാൻ നോക്കിയതായിരിക്കും. അവന് നമ്മുടെ വീട്ടിൽ കയറി ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമെന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. അപ്പോൾ അവനൊരു തമാശ കാണിച്ചതായിരിക്കുമെന്നാണ് വൈജയുടെ അഭിപ്രായം. ഇതാണോ തമാശ എന്ന് ബാലചന്ദ്രൻ അന്നേരം ചോദിച്ചു കേട്ടോ. ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് സംസാരിക്കുകയാണ് അലീനയെ പറ്റി അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി വൈജ. നീ ഇപ്പോൾ പറഞ്ഞില്ലേ കൊല്ലപ്പള്ളിയിൽ വെച്ചും അവർ തമ്മിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന്, അതെന്താടി തമാശയാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് വൈജയ പറയുമ്പോൾ അതെയോ മതിയോ? അവനെ വീട്ടിൽ കയറ്റണമെങ്കിൽ സൂക്ഷിക്കണമല്ലോ, ഇവിടെ തൊലിവെളുത്ത പെണ്ണുങ്ങൾ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ബാലചന്ദ്ര ഈ പറയുന്നേ? അവന് സ്വന്തക്കാരും ബന്ധുക്കാരും തിരിച്ചറിയാൻ പറ്റില്ലേ? അത് കൊള്ളാം. അങ്ങനത്തെ തിരിച്ചറിവുണ്ടായിരുന്നെങ്കിലേ സ്വന്തക്കാരുടെ വീട്ടിൽ കയറി അവന് ഈ തെണ്ടിത്തരം കാണിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അവൻ എന്തോ ആകാമെന്നാണോ നീ പറയുന്നേ? നാളെ ബബിതയോടും അല്ലെങ്കിൽ കൃഷ്ണയോടാണ് ഇങ്ങനെ അവൻ ചെയ്യുന്നതെങ്കിലോ? അവൻ അത്രയ്ക്ക് കൊള്ളരുതാത്തവനാണോ ബാലചന്ദ്ര? അമ്മയും പെങ്ങളെയും നിർത്തിക്കോളാൻ പറഞ്ഞു. അവളെ അവിടെ ഇട്ട് വലിച്ച് കീറി ശരിക്കും നമ്മുടെ ബാലചന്ദ്രൻ വലിയ ആള് കളിക്കാൻ പോയതാണ്. അപ്പോൾ അലീനയുടെ അഭിമാനത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ഹരിയെ ന്യായീകരിച്ചുകൊണ്ടിരുന്നതാ ഇത്രയും നേരം വൈജയന്തി. അവൻ നാളെ പറയുക എൻ്റെ മുറപ്പെണ്ണാണ് ബബിതയെന്ന്. പറയില്ലെന്ന് ആര് കണ്ടു? നീ എന്ത് ചെയ്യൂ നേരം? നിഷേധിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയും ബന്ധങ്ങളില്ലേ സൊസൈറ്റിയിൽ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ രണ്ടിനെയും പിടിച്ചങ്ങ് കല്യാണം കഴിപ്പിച്ച് വിടണം, അല്ല പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് വൈജേ അവസരവാദി ആവാൻ നിൽക്കരുത്. തെറ്റിൻ്റെയും ശരിയുടെയും നടുക്ക് ഒരു സെൻട്രൽ ലൈനുണ്ട്. രണ്ടും തമ്മിൽ വേർതിരിക്കുന്നതേ ഒരു നേർരേഖയെന്നാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ സൗകര്യം പോലെ വളച്ചും തിരിച്ചും വളച്ചും ഒടിച്ചുമൊക്കെ തിരിക്കാവുന്ന ഒരു നേർരേഖയൊന്നും അല്ലത്. മനസ്സിലായോ? അലീനയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുല്യ അവകാശം ഹരിക്കുണ്ട്. ഇല്ലെന്ന് നിനക്ക് പറയാമോ എന്ന് ചോദിച്ചു. ഈ ഗോൾഡ് റിങ് ഹരിയുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടുവന്ന് രോഹി പറഞ്ഞത് സത്യം തന്നെയാ. അവളും അത് സമ്മതിച്ചതല്ലേ? ഹരി കിച്ചണിൽ ചെന്ന് ഗോൾഡ് റിങ് കാണിച്ചെന്നും രാത്രി റൂമിൽ ചെല്ലാൻ ആവശ്യപ്പെട്ടെന്നും അത് അവൾക്ക് വേണ്ടി വാങ്ങിയതാണെന്നും പറഞ്ഞല്ലോ എന്നും വൈജ പറയുന്നു. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താ പിന്നെ ശരിയല്ലാത്തത്? അതൊന്ന് പറഞ്ഞേ ബാലചന്ദ്രൻ. എൻ്റെ ഈശ്വരാ, ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാമെന്നും. പകൽ സമയത്ത് നമ്മളാരും ഇവിടെ ഇല്ലല്ലോ. എത്ര ദിവസം അവൻ അങ്ങനെ ഇവിടെ വന്നു പോയിട്ടുണ്ടാകുമെന്നൊക്കെ വൈജ ചോദിക്കുക കേട്ടോ. പിന്നെ രോഹിയെ വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇനിയും പല കാര്യങ്ങളും അറിയാനുണ്ട്. രോഹിക്ക് ഹരിയെ പറ്റി കള്ളം പറഞ്ഞിട്ട് എന്താ ലാഭമെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞു. അലീനയുടെ ബാഗിൽ റിങ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ട് അവൾക്കല്ലേ മറുപടി ഇല്ലാത്തത്. രോഹിക്ക് ഹരിയെ പറ്റി കള്ളം പറഞ്ഞിട്ട് എന്താ ലാഭം കിട്ടാനുള്ളത്? ഒന്നും ഇല്ലെന്നും പറഞ്ഞു ഈ വൈജ. അലീനയുടെ ബാഗിൽ ഈ റിങ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ട് അവൾക്കല്ലേ മറുപടി ഇല്ലാത്തത്. വൈജ കിടന്നങ്ങോട്ട് ഉറഞ്ഞു തുള്ളു കേട്ടോ. അറിയില്ല അത്രേ അവൾക്ക്, പഠിച്ച കളി അവള് എന്നും പറഞ്ഞിങ്ങനെ ബാലചന്ദ്രനോട് ഈ വൈജ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, വൈജേ, ഈ റിങ് ഹരി തന്നെ ആരും കാണാതെ അലീനയുടെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതാണെങ്കിലോ? എൻ്റെ ബാലചന്ദ്ര, ഒരു ഗോൾഡ് റിങ് അവളുടെ ബാഗിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് അവനിപ്പോൾ എന്നാ കിട്ടാനാ? അവനെന്നാ വട്ടാണോ എന്ന് ചോദിക്കുക വൈജ. സ്വർണത്തിൻ്റെ വില എന്താണെന്ന് ബാലചന്ദ്രൻ അറിയാമല്ലോ. അല്ല, ഇത് ഗോൾഡ് ആണെങ്കിലല്ലേ വൈജേ? നീ രോഹിയെ വിളിച്ചേ, റൂമിലോട്ട് വേഗം വരാൻ പറ. അല്ല, ഇനിയിപ്പോൾ അവനെ വിളിച്ചിട്ട് എന്തിനാ? ചെല്ല് വൈജേ, നിന്നോട് പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ രോഹിത്തിനെ വിളിക്കുവാണ്. അലീനയാണെന്നുണ്ടെങ്കിൽ അവിടെ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്യുക. അപ്പോൾ മോളെ നീ പോവുകയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളോട് ഇഷ്ടം തോന്നാത്ത ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ ഒരുത്തിയായിരിക്കും ഞാൻ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ നേരിടേണ്ടി വരുന്നത്. മേഡത്തിന് എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമല്ലല്ലോ. അതിനൊരു കാരണം വേണ്ടേ കുഞ്ഞേ എന്ന് മുത്തശ്ശി ചോദിക്കാം. മേഡത്തിനോട് ആലോചിക്കാതെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നെ. അതിൻ്റെ ചൊരുക്ക് അന്ന് മുതൽക്കേ എന്നോടുണ്ടെന്നുള്ള കാര്യം അലീന പറയുക. ഒരു വീട്ടിൽ ജോലിക്കാരിയായി വരുമ്പോൾ വീട്ടമ്മയ്ക്ക് കൂടി ബോധിച്ച ആളായിരിക്കണ്ടേ? ഭർത്താവല്ല, ഭാര്യയാണ് വീട്ടുജോലിക്കാരിയെ സെലക്ട് ചെയ്യേണ്ടതെന്നും അക്കാര്യത്തിൽ സാറിനും തെറ്റുപറ്റിയെന്ന കാര്യം പറയുമ്പോൾ
അതിന് ബാലചന്ദ്രൻ അല്ലല്ലോ, മനു അല്ലേ നിന്നെ വന്ന് കണ്ടതും കൂട്ടിക്കൊണ്ട് വന്നതും അല്ലേന്ന് ചോദിച്ചു. ബാലൻ അവനൊരു കൂട്ട് വന്നത് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ അലീനയോട് ചോദിക്കാം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുത്തശ്ശി, ഇഷ്ടക്കേട് ആദ്യമേ ഉണ്ടായി കഴിഞ്ഞെന്നും ഇനി അത് മാറ്റാനൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യം അലീന ഇങ്ങനെ പറയുമോ മുത്തശ്ശിയോട്. മുത്തശ്ശിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ സങ്കടം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ അത് വൈജ കയറി വരുക. ഇനി നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം എന്ന് വൈജ അലീനയോട് പറയുന്നു കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങ് ഞെട്ടി. വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കോ, അത് പറയാനാ വന്നത് എന്നും വൈജ പറയുമ്പം എന്തുകൊണ്ട് എന്നെ വേണ്ടാത്തതെന്ന് ചോദിച്ചു. വേണ്ട, അത്ര തന്നെ എന്ന് വൈജ പറയുക കേട്ടോ. അലീന അന്നേരത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അലീനയുടെ മുഖത്ത് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ദേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അലീന പറയുമ്പം എല്ലാ കള്ളന്മാരും കള്ളികളും അങ്ങനെയൊക്കെയാ പറയുന്നേ. എന്തായാലും നിന്റെ സേവനം ഇനി ഈ വീട്ടിൽ വേണ്ടാന്ന് വൈജ അലീനയോട് പറയുന്നു. അലീന അന്നേരം സങ്കടപ്പെട്ട് നിൽക്കുന്നു. എന്താ വൈജ ഇത്, നിങ്ങളെല്ലാവരും കൂടി എന്തിനാ ഇതിനോട് ഇങ്ങനെ പോരെടുക്കുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. ഇവളുടെ സ്വഭാവമേ അത്രയ്ക്കും നല്ലത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നീ ഒന്ന് തെളിച്ചു പറ, അവൾ എന്നതാ ചെയ്തതെന്ന് അമ്മ മോളോട് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, മോൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആമ്പിള്ളേരുള്ള വീട്ടിൽ ജോലിക്ക് നിർത്താൻ കൊള്ളത്തില്ല അമ്മേ, പണപ്പെട്ടി തുറന്നു വെക്കാനും പറ്റത്തില്ലെന്ന് വൈജ അലീനയെ പറ്റി പറയുക. അതൊക്കെ കേട്ട് അലീന ഇങ്ങനെ നീരെ നിൽക്കുക. അപ്പോൾ എൻ്റെ വൈജയെ അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒക്കെ അവൻ്റെ വികൃതിയാ ഹരിയുടെ. അമ്മ എന്തറിഞ്ഞോണ്ടേ ഈ പറയുന്നതെന്ന് വൈജ അന്നേരം ചോദിച്ചു. അവൾ കുറെ നുണ പറഞ്ഞ് അമ്മ അങ്ങ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുക, പിന്നെ കുറെ കള്ള കണ്ണുനീരും. ഞാനിതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറയുമ്പം ഞാൻ കണ്ടെടുത്തോളം ഒന്നും നീ കണ്ടിട്ടില്ല വൈജ, നിനക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പം ഇനിയൊന്നും അറിയണ്ട, അറിഞ്ഞെടുത്തോളം മതിയെന്ന് പറയുക വൈജ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മയെ നോക്കാൻ വേറെ ആളെ വെക്കുന്നുണ്ടെന്ന കാര്യം വൈജ അന്നേരം പറഞ്ഞു. അലീന ഇങ്ങനെ നീറി നിൽക്കുക കേട്ടോ. വൈജേ, ആ ഹരി 2 or 3 തവണ ഈ മുറിയിൽ കയറി വന്നു. ഒരു ദിവസം അലീനയുടെ ബാഗ് തപ്പുന്നത് ഞാൻ കണ്ടതാണെന്നുള്ള കാര്യം അമ്മ പറയുക. അന്നേരത്തേക്കും വൈജ കണ്ണു തിരിക്കുന്നു. എടി, അവൻ അറിയാതെ ഒന്നും നടന്നിട്ടില്ലെന്നോ നിന്നോട് ഞാനല്ലേ പറയുന്നത്? അതെ, അങ്ങനത്തെ കള്ളക്കളികളൊന്നും ഇനി ഈ വീട്ടിൽ വേണ്ടെന്നാ പറഞ്ഞത്. എനിക്കിപ്പോൾ ഹരിയെ നാട് കടത്താനൊന്നും പറ്റില്ല, എൻ്റെ ആങ്ങളയുടെ മകനായി പോയില്ലേ എന്ന് വൈജ പറയുക കേട്ടോ. ഇവളെയല്ലേ എനിക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റൂ, നമ്മുടെ ആരുമല്ല, എവിടെയെങ്കിലും പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ അലീനയെ പറയുമ്പോണ്ടല്ലോ അലീനയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കുവാണ്. കുറ്റം ചെയ്തവനെ രക്ഷിക്കുക, കുറ്റം ചെയ്യാത്തവളെ ശിക്ഷിക്കുക, കൊള്ളാടി നിന്റെ നയം. അമ്മ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. അമ്മ പറഞ്ഞിട്ടല്ല ഇവളെ ജോലിക്ക് വെച്ചത്, ആണോ? ഞാനും ബാലചന്ദ്രനും കൂടെ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അമ്മ അതിൽ തലയിടണ്ടെന്ന് മകള് പറഞ്ഞു കൊടുക്കുക അമ്മയോട്. അതും പറഞ്ഞിങ്ങനെ അവിടെ നിന്ന് വൈജയന്തി ഇറങ്ങിപ്പോയി. ഈ സമയത്ത് നമ്മുടെ അലീന മമ്മി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു. ഒരുപാട് പരീക്ഷണങ്ങളുള്ള ഒരിടത്തേക്കാണ് നിന്നെ പറഞ്ഞു വിടാൻ പോകുന്നത്, നിനക്ക് നിൻ്റെ അമ്മയെ കാണാം, സംസാരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ അലീന ഒരു സെക്കൻഡ് നേരത്തേക്ക് ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പം ഇനി എന്തായാലും മനു വന്നാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഹരി എന്ന് പറയുന്ന ആ ചെകുത്താൻ്റെ തനി നിറം പുറത്തു വരികയുള്ളൂ, വൈജയന്തിയുടെ മുഖത്ത് കാറി തുപ്പാനുള്ള അവസരം വരുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.